അപ്പോഴേ നമുക്കൊരു 3 ബെഡ്റൂമോട് കൂടിയിട്ട് ഒരു പുതിയ വീട് കൊടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഒലവക്കോട് സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ നമ്മുടെ ധോണിയിലാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. മൊത്തം 8.5 സെൻറ്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. ഇതാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. അതിനകത്ത് 2 ബെഡ്റൂം താഴെയും ഒരെണ്ണം മുകളിൽ വരുന്നത് കേട്ടോ. മൊത്തം 8.5 സെൻറ്റ് സ്ഥലമല്ലേ. അതിനകത്ത് ആ വീടിൻ്റെ കോമ്പൗണ്ട് പോലെ ഇങ്ങനെ വരും. ഈ ഒരു ഇതും ഈ പോസ്റ്റ് കഴിഞ്ഞതാ ഇവിടെ നിന്ന് ഇതുവരെ നമ്മുടെ ഈ സ്ഥലത്തിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കുറച്ച് ഭാഗം കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു തോട്ടോ പാർക്കിങ്ങോ എന്ത് വേണമെങ്കിലും ആക്കാൻ പറ്റുന്ന സ്പേസാ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊക്കെ കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളും നല്ല ലൊക്കേഷനാണ്. നമ്മുടെ ഒലവക്കോട് നിന്ന് വരുമ്പോൾ നമ്മുടെ ഒലവക്കോട് ലീഡ് കോളേജ് ഇല്ലേ, ഈ ഒലവക്കോട് കഴിഞ്ഞ് ലീഡ് കോളേജ് കഴിഞ്ഞ് നമ്മുടെ ബസ് തിരിയുന്നുണ്ടല്ലോ ധോണി, ആ ജംഗ്ഷനിൽ നിന്ന് വെറും 700 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് ദൂരം വരുന്നത്. 2 റോഡ് വരാം, ഒന്ന് ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെയും വരാം, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെയും പോകാട്ടോ. അപ്പോൾ ഈ പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അകത്തോട്ട് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 3 സൈഡ് നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് വാളും കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മലമ്പുഴയുടെ വാട്ടർ കണക്ഷനും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബോർവെൽ കണക്ഷനും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ്. വീട്ടിനകത്തേക്ക് കയറാം. നമ്മുടെ വീട്ടിനകത്തോട്ട് കയറുകയാണെങ്കിൽ അതിന് നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അകത്തോട്ട് കയറുകയാണത് എല്ലാം നല്ല വുഡാണ്. നമ്മുടെ ജനൽ വാതിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഒരു ലിവിംഗ് ഹാൾ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് വരുന്നത്. ലിവിങ്ങും വിത്ത് ഒരു ഡൈനിങ് സ്പേസും ഈ ഒരു ഭാഗത്ത് കൂടെ വരുന്നുണ്ട്. പിന്നെ വാഷ് കൗണ്ടറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്താണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് നമുക്കൊരു വർക്ക് ഏരിയയുടെ ഒരു സ്പേസും വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പൂജാമുറി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്സ്റ്റെയർ വീടിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീൽ വർക്ക് കൊണ്ട് നമുക്ക് ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വീടാണ്. ഏകദേശം ഒരു 3 വർഷം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പഴക്കം എന്ന് പറയുന്നത്. നമ്മുടെ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂം താഴത്തുണ്ട്. ഒരെണ്ണം ഇതാണ് കേട്ടോ. രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ അലമാരയുടെ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലാൻഡിംഗ് സ്പേസ് ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്കൊരു ഓഫീസ് പർപ്പസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി യൂണിറ്റ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്രയും നല്ല സ്പേഷ്യസ് ആണ്. ഇത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസാണ്. മേലെ റൂഫ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വല്ല തുണി ഉണങ്ങാനോ കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ മുകളിലുള്ള ഒരു ബെഡ്റൂം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ബെഡ്റൂം വരുന്നതിന് മേലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളും ഈ ഒരു ബെഡ്റൂമിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ബാൽക്കണി കൂടെ വരുന്നുണ്ട് കേട്ടോ. ബാൽക്കണി വന്നു കഴിഞ്ഞാൽ കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ടെറസ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു മൗണ്ടൻ വ്യൂ കാര്യങ്ങളാണ് കേട്ടോ. അവിടെ നോക്കുന്നത് തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ നിറയെ വരുന്നുള്ളൊരു ഭാഗമാണ് കേട്ടോ. അതിൽ അത്യാവശ്യം നല്ല മൗണ്ടൻ വ്യൂ ആയിട്ട് നല്ല ഫ്രഷ് എയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ധോണിയിലുള്ള ഈ ഒരു 8.5 സെൻറ്റ് സ്ഥലവും 1400 സ്ക്വയർ ഫീറ്റ് വീടും മൊത്തത്തിലായിട്ട് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഓണർ ചോദിക്കുന്ന വില 50 ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൈസ് പിന്നെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാണാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത്, അതിലോട്ടൊന്ന് വിളിച്ചാൽ മതി.